അതുപോലെ നമ്മുടെ LDF കൺവീനറാണോ NDA കൺവീനറാണെന്നാണ് ഞാൻ പറയേണ്ടത് ഇ പി ജയരാജനെ പറ്റി. കേരളത്തിലെ സംഘപരിവാർ ശക്തികളുടെ ബി ടീമിന്റെ ക്യാപ്റ്റനാണ് ഇപ്പോൾ ഇ പി ജയരാജൻ. അതിന്റെ നോൺ പ്ലേയിങ് ക്യാപ്റ്റനും കോച്ചുമാണ് പിണറായി വിജയൻ. ഇവരെ എവിടേക്കാണ് പോകുന്നത്? കേരളത്തിലെ CPM ദല്ലാൽ നന്ദകുമാറൊക്കെയാണ് CPMന് ഇടനിലക്കാരായി നിൽക്കുന്നത്. ദല്ലാൽ നന്ദകുമാറിന്റെ ഫോണിലാണ് കോൺഗ്രസ് നേതാക്കന്മാരെ CPM കൊണ്ടുവരാനും BJP കൊണ്ടുപോകാനൊക്കെ കേരളത്തിലെ CPM നേതാക്കന്മാർ ശ്രമിക്കുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? ഇ പി ജയരാജൻ എന്ന് പറയുന്ന CPMന്റെ നേതാവ് നിലവിൽ കുറച്ചു കാലമായി ഒരു റിക്രൂട്ടിംഗ് ഏജന്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് CPMലേക്ക് മാത്രമല്ല BJPയിലേക്കും ഈ റിക്രൂട്ടിംഗ് ഏജൻസി പണി അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ദല്ലാളും ഇ പി ജയരാജനും എന്നെ സമീപിക്കുകയുണ്ടായി. പിന്നെ എന്തുകൊണ്ട് അന്നത് പുറത്തു പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതിന് അത്രയ്ക്കുള്ള വിലയെ ഞാൻ കണ്ടിരുന്നുള്ളൂ. അത്രയ്ക്കുള്ള വാല്യൂ മാത്രമേ ആ സമീപനത്തിൽ ഞാൻ കണ്ടിരുന്നുള്ളൂ. ഇ പി ജയരാജനല്ല, സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ലുപോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നത്യം, സംഘടനാപരമായ പാരമ്പര്യമൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അത് അന്ന് തന്നെ അതിനുള്ള മറുപടി കൊടുത്തിരുന്നതാണ്. ദീപ്തി മേരി വർഗീസ് പറയുന്നത് 100% തെറ്റായ കാര്യമാണ്. ദീപ്തി മേരി വർഗീസിനെ ചെന്ന് കണ്ടത് ഞാനാണ് അവരുടെ ഫ്ലാറ്റിൽ. അവരാണ് ഇ പി ജയരാജനെ വന്ന് കണ്ടത്. അവർ ഉമാ തോമസിന് വോട്ട് ചെയ്തില്ല. അവർ രേഖപ്പെടുത്തിയ വോട്ട് ആർക്കാണെന്ന് ബോധ്യപ്പെടുത്താൻ അവർ അതിൻ്റെ VVPAT കോപ്പി എനിക്ക് അയച്ചു തന്നത്. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമുറുകുമ്പോൾ പഴയ ചില വ്യവഹാരങ്ങളുടെ അസ്ഥികൂടങ്ങൾ കൂടി അപ്രതീക്ഷിതമായി പുറത്തേക്ക് വരികയാണ്. BJPയിലേക്ക് പോയ പത്മജ വേണുഗോപാലിനെ CPMലേക്ക് എത്തിക്കാൻ നീക്കം നടത്തിയ LDF കൺവീനർ ഇ പി ജയരാജനാണെന്ന് വെളിപ്പെടുത്തിയത് ദല്ലാൽ നന്ദകുമാറാണ്. വിവാദ ദല്ലാൾ അതേ നന്ദകുമാർ. മാത്രമല്ല കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാവ് ദീപ്തി മേരി വർഗീസിന് വേണ്ടിയും നീക്കങ്ങൾ നടന്നു എന്ന് വ്യക്തമാവുകയാണ്. ഓപ്പറേഷൻ താമര ഇന്നും തുടർന്നപ്പോൾ ആ ചാക്കിട്ട് പിടുത്ത നീക്കങ്ങൾക്ക് പാർട്ടി ഭേദമില്ലേ? അരങ്ങു വാഴുന്നു കേരളത്തിൽ ദല്ലാൾ രാഷ്ട്രീയം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. എസ് കെ സജീഷ്, ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ശ്രീ യുവരാജ് ഗോകുൽ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ദീപ്തിയിലേക്കാണ്. ദീപ്തി, ഈ പത്മജ വേണുഗോപാലിനെ പോലെ MLA മകളായി ജനിച്ച് ആഭ്യന്തരമന്ത്രിയുടെ മകളായി വളർന്ന് മുഖ്യമന്ത്രിയുടെ മകളായി വളർന്ന് ആ ലേബിൽ ഇഷ്ടംപോലെ സീറ്റുകളും സ്ഥാനമാനങ്ങളും കിട്ടിയ ആളല്ല ദീപ്തി. KSU യൂണിറ്റിൽ തുടങ്ങിയതാണ്. യൂത്ത് കോൺഗ്രസിലൂടെ മഹിളാ കോൺഗ്രസിലൂടെ ഒക്കെ ഗ്രൗണ്ടിൽ കഷ്ടപ്പെട്ട് പാർട്ടി പ്രവർത്തനം നടത്തി നേതാവായ ആളാണ്. ദീപ്തി ഉമാ തോമസിനെതിരെ വോട്ട് മറിച്ചുവെന്നും വോട്ട് ചെയ്ത് ഉമാ തോമസിനല്ല എന്നും തെളിയിക്കാൻ VVPAT വാട്സാപ്പിൽ അയച്ചു കൊടുത്തു എന്നൊക്കെ ഒരു പവർ ബ്രോക്കർ, അയാളുടെ ക്രെഡിബിലിറ്റി പ്രശ്നമാണ്, ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും അയാൾ ഒരു മറയുമില്ലാതെ തുറന്നു പറയുന്നത് ദീപ്തി ഇക്കാലയളവിൽ ഉണ്ടാക്കിയെടുത്തൊരു പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയുടെ കടക്കൽ വെട്ടലാണോ? എന്താണ് മറുനീക്കം ദീപ്തി? നമ്മുടെ പൊതുരാഷ്ട്രീയം, പൊതുജനങ്ങൾ ഇത് ചർച്ച ചെയ്യട്ടെ. കാരണം നമ്മുടെ രാഷ്ട്രീയ രംഗം എത്രത്തോളം മലീമസമാക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അതിന്റെ ആശയത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നവരും എന്നെ പോലുള്ള ആളുകളൊക്കെ. പക്ഷേ ഇതിപ്പോൾ അധികാരത്തിന്റെ പേരിലും ഭീഷണിയുടെ പേരിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലതരത്തിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളെ ചാക്കിട്ട് പിടിക്കാൻ നോക്കുന്ന ഒരു വൃത്തികെട്ട ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. അത് ഒരു പരിധി വരെയൊക്കെ കേരളത്തിലും നടക്കുന്നു എന്നുള്ളത് വേണം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പത്മജയിലൂടെ കണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താങ്കൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അയാളുടെ ക്രെഡിബിലിറ്റി വളരെ പ്രധാനമാണ്. ഇന്നലെ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇന്നലെ പറഞ്ഞത് എന്നെ കാണാൻ വന്നുവെന്നും എന്നോട് ഇത്തരത്തിലൊരു ഓഫർ വെച്ചു എന്നാണ് പറഞ്ഞത്. അതുവരെ ശരിയായിരുന്നു, ഞാനത് പറയുകയും ചെയ്തു, എന്നോട് വന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു, അത് അവിടെ വെച്ച് അവസാനിച്ചു എന്ന് ഞാനല്ല പറഞ്ഞത്, ഈ പറഞ്ഞ ആള് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് അദ്ദേഹം ഇന്ന് പി രാജീവിനെതിരെ അദ്ദേഹം പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെതിരെ ഞാൻ മറുത്തൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ
എന്റെ പൊളിറ്റിക്കൽ സ്പേസ് എന്ന് പറയുന്നത് എനിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ദീപ്തി പറയുന്നത് എന്ന് പി രാജീവ് എന്ന ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പഴയകാല 89 മുതലുള്ള പൊളിറ്റിക്കൽ സ്പേസും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും എനിക്ക് പറയേണ്ടതായിട്ട് വന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഈ നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു കാര്യമാണ് പറയുന്നത്. എന്റെ പ്രസ്ഥാനത്തെയും എന്റെയും പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിന്റെ അകത്ത് ഞാൻ അദ്ദേഹത്തോട് മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം ഇനി മറുപടി തയ്യാറല്ല എന്ന് പറയുമ്പോൾ പോലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ശരിയാണ്. ഇപ്പൊ തൃക്കാക്കരയിൽ താങ്കൾക്ക് സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തെറ്റും കാണുന്ന ആളല്ല ഞാൻ. താങ്കൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എങ്കിൽ കൂടിയും സീറ്റ് നൽകിയില്ല എന്ന് പറയുമ്പോഴേക്കും പാർട്ടിക്കെതിരെ തിരിയുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് പാരവെക്കാൻ നോക്കുന്ന ഒരു കൂട്ടം രാഷ്ട്രീയക്കാരുണ്ട്. ആ രാഷ്ട്രീയക്കാരുടെ ഗണത്തിലേക്ക് ഈ ദല്ലാൽ നന്ദകുമാർ താങ്കളെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. അതിന് മറുപടി പറഞ്ഞു പോകണം ദീപ്തി. അതാണ് അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. 25,000 ഭൂരിപക്ഷത്തോടെ വിജയിച്ച ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങൾ ഏറ്റവും ആഹ്ലാദത്തോടെ കാണുന്ന ഒരു വിജയമായിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഴുവൻ മന്ത്രിമാരും വന്ന് അവിടെ ക്യാമ്പ് ചെയ്തിട്ട് പോലും 25,000 ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തിച്ചതിന്റെ റിസൾട്ടാണ് എന്നുള്ളതിന്റെ അകത്ത് ഒരു സംശയവും വേണ്ട. എന്നെ പോലെ അവിടെ യോഗ്യതയുള്ള മറ്റാളുകളുമുണ്ട്, ഞാൻ മാത്രമല്ല. അവിടെ യോഗ്യതയുണ്ടായിരുന്നവർ, മറ്റ് പല ആളുകളും അതിന് താല്പര്യമുണ്ടായിരുന്നവരുണ്ട്, ഇനി യോഗ്യതയുണ്ടായിരുന്നവരുണ്ട്. പക്ഷേ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അത് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അവർക്ക് വേണ്ടി നിൽക്കുക എന്നുള്ള വലിയ നിലപാടാണ് ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചത്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ഞാൻ ഏത് രീതിയിലാണ് അവിടെ പ്രവർത്തിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് എന്റെ നേതൃത്വത്തിനറിയാം, KPCC നേതൃത്വത്തിനറിയാം, പ്രതിപക്ഷ നേതാവിനറിയാം. അപ്പൊ ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്ത് അവിടെ എന്റെ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഞാൻ ശക്തമായി എതിർക്കുകയാണ്. അല്ല, ഇപ്പൊ ദീപ്തി അതില്ല എന്ന് പറയുകയാണെങ്കിൽ ഉമാ തോമസിനല്ല വോട്ട് ചെയ്തെന്ന് തെളിയിക്കുന്ന ഈ VVPAT വാട്സാപ്പിൽ അയച്ച തെളിവുകൾ പുറത്തുവിടാന്ന് പറയുകയാണ്. എന്നാ പുറത്തുവിട് എന്ന് ദീപ്തി പറയോ? ഞാൻ പറയുന്നത് എന്റെ 34 വർഷത്തെ എന്റെ രാഷ്ട്രീയ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിലാണോ ഇത് തെളിയിക്കേണ്ടത്? ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിലാണോ തെളിയിക്കേണ്ടത്? ഞാൻ എന്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാള് എന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്ത് ഇന്നലെ ഒരു കാര്യം പറഞ്ഞ് ഇന്ന് മാറ്റി പറയുന്ന ഒരാളുടെ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ മറുപടി പറയും. ഞാൻ കൃത്യമായി മറുപടി പറയും. എപ്പോഴാണ് എന്റെ നേതൃത്വവുമായി ആലോചിച്ച് ഇത്തരത്തിലുള്ള ആരോപണവുമായി മുമ്പോട്ട് പോകുമ്പോൾ എന്നെ വ്യക്തിപരമായി മാത്രമല്ല അത് ബാധിക്കുന്നത്, എന്റെ പ്രസ്ഥാനത്തെയും കൂടിയാണ്. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്റെ പ്രസ്ഥാനത്തെ കൂടിയാണ്, ദീപ്തി എന്ന വ്യക്തിയല്ല. ഞാൻ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പം എന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്ത ഒരാൾ കാര്യങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ നേതൃത്വവുമായി ആലോചിച്ച് അതിന്റെ ആവശ്യമെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അതിന് മറുപടി പറയുന്നതായിരിക്കും. ഇപ്പോൾ ഞാനത് പറയാത്തതിന്റെ കാരണം എനിക്കതിന് എന്റെ നേതൃത്വമായി ആലോചിക്കാനുള്ള ഒരു സമയം വേണം, അതുകൊണ്ടാണ്. സജീഷ്, ഇവിടെ പത്മജ വേണുഗോപാലിനെ ചാക്കലാക്കാൻ നന്ദകുമാറിനെ വിടുന്നു EP ജയരാജൻ. വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വരെ വാഗ്ദാനം ചെയ്യുന്നു. പത്മജയ്ക്കത് പോരാ, എന്തോ സൂപ്പർ പദവി വേണം. അപ്പൊ കനപ്പെട്ട എന്തെങ്കിലും കിട്ടുന്ന പാർട്ടിയിലേക്ക് പത്മജ പോകുന്നു. ദീപ്തി മേരി വർഗീസിനെ ചാക്കലാക്കാൻ നന്ദകുമാറിനെ വിടുന്നു EP. പിന്നീട് EP വിളിക്കുന്നു. എന്താണ് ഈ ദല്ലാൾ EP റിക്രൂട്ടിംഗ് സംവിധാനം EPയുടെ സ്വന്തം സംവിധാനമാണോ, അതോ അത് പാർട്ടിയിലേക്ക് നേതാക്കളെ കൂട്ടാനുള്ള CPMന്റെ ഒഫീഷ്യൽ സംവിധാനമാണോ? CSK സജീഷ്. അത്ഭുതപ്പെടുത്തുന്നതും തമാശ നിറഞ്ഞതുമായ ചോദ്യങ്ങളാണ് ചോദിക്കപ്പെടുന്നത്. കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് മറുപടി പറയാൻ ഒന്നുമില്ലാത്ത കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വായിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. അതിനുവേണ്ട കാര്യങ്ങളും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ മറുപടി പറയേണ്ട കാര്യം രാജ്യത്ത് വളരെയേറെയുണ്ട്. ഇവിടെ കേരളത്തിൽ നിന്ന് AK ആൻ്റണിയുടെ മകൻ BJPയിൽ പോയതും കരുണാകരൻ്റെ മകൾ BJPയിൽ പോയതുമെല്ലാം CPMൻ്റെ താല്പര്യപ്രകാരമാണ്, CPM പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് നാട്ടിലുള്ള കോൺഗ്രസ്സുകാർ വിശ്വസിക്കും എന്ന് പ്രതിപക്ഷ നേതാവ് ആദ്യം ഉറച്ചു പറയാൻ വേണ്ടി പറ്റുമോ? ഇവിടെ രാജ്യത്ത് ചില്ലറ കോൺഗ്രസ്സുകാരല്ലല്ലോ BJPയിലേക്ക് പോയത്. മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം പറഞ്ഞിട്ടാണോ പോയിട്ടുള്ളത്? നമുക്കറിയാം, നമ്മുടെ പാർലമെൻറ്റിനകത്ത് ഇപ്പോഴുള്ള 303 BJPയുടെ MPമാരിൽ 112 പേരും പഴയ കോൺഗ്രസ്സുകാരാണ്. എന്തിനാണ് ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് ജനങ്ങൾ വിജയിപ്പിച്ച ആളുകളെ റിസോർട്ടിലേക്ക് മാറ്റുന്നത്? ആ റിസോർട്ട് രാഷ്ട്രീയം എന്തിൻ്റെ പേരിലാണ്? വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടിയാണ് എന്ന് അവർ സ്വയം ദൈനംദിനം തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ.
അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളല്ലേ. ഇന്ത്യയിലെ 12ഓളം മുഖ്യമന്ത്രിമാർ BJP-യിലേക്ക് പോയി. ആര് പറഞ്ഞിട്ടാണ് പോയത്? ഇവർ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് വിളിച്ച് നമ്മുടെ എല്ലാം ചർച്ചകളിൽ ഹാഷ്മിക്കൊക്കെ ഓർമ്മയുണ്ടാകും. പല കോൺഗ്രസിൻ്റെ പ്രതിനിധികളും വന്ന് അഭിമാനത്തോടു കൂടി പറയുന്നതാണല്ലോ, പഞ്ചാബിലെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് BJP-യിലെത്തിയില്ലേ മുഖ്യമന്ത്രി. ഇവിടെ ഓരോരുത്തരായി ഞാൻ എണ്ണി പറയുന്നില്ല. കർണാടകയിലെ മുഖ്യമന്ത്രി SM കൃഷ്ണ, UP-യിലെ മുഖ്യമന്ത്രിമാരായിരുന്ന ജഗദംബിക പാലും അതുപോലെ തന്നെ ND തിവാരിയും, പിന്നെ ഒഡീഷയിലെ മുഖ്യമന്ത്രി ഗിരിധർ ഗോമന്ത്, ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ, ഗോവയിലെ ദിവങ്കർ കാമത്ത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കണക്ക് എല്ലാവരും പറയുന്നതാണ്. ഒരുപക്ഷെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് അത് കാണാപ്പാടവുമാണ്. പക്ഷെ ഞാൻ ചോദിച്ചത്, ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസിലേക്ക് ദേശീയ തലത്തിൽ നിന്ന് ഈ പറയുന്ന MP-മാരിൽ ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാരാണെന്ന് വെക്കുമ്പോൾ തന്നെ ഇത് അങ്ങോട്ട് പോയി കയറുകയല്ലോ. ഇവിടെ ഓഫറിട്ടും പ്രലോഭിപ്പിച്ചൊക്കെ ചാക്കിട്ട് പിടിക്കുകയാണല്ലോ സർ. അപ്പൊ ചാക്കിട്ട് പിടുത്തത്തിന്റെ ഒരു സോഫ്റ്റ് വെർഷൻ ഇവിടെ EP ജയരാജന്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെ ഇല്ല EP പറയുന്നില്ല. എന്തുകൊണ്ടാണത്? എൻ്റെ ഹാഷ്മി ഒരു കാര്യം, കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് പോകുന്നതിന് മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനതാ പറഞ്ഞു വന്നത്. ഹാഷ്മി പറഞ്ഞു വരുമ്പോൾ അതിനിടയിൽ തടസ്സപ്പെടുത്തി. 12ഓളം ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർ BJP-യിലേക്ക് പോയി കോൺഗ്രസിൽ നിന്ന്. ആരെങ്കിലും പറഞ്ഞിട്ടാണോ പോയത്? ഇവിടെ AK ആന്റണിയുടെ മകൻ പോയിട്ട് എന്തായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതികരണം? ഏത് രീതിയിലാണ് കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചത്? സർ, EP ജയരാജൻ, ദല്ലാൽ നന്ദകുമാർ ഈ കോർഡിനേഷൻ CPM-ന്റെ ഒഫീഷ്യൽ സംവിധാനമാണ്. ഈ ദല്ലാൽ നന്ദകുമാർ EP ജയരാജൻ കോർഡിനേഷൻ സഹകരണം CPM-ന്റെ ഒഫീഷ്യൽ സംവിധാനമാണോ? EP സ്വന്തമായി കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണോ അത്? ഹാഷ്മിക്ക് ചില കാര്യങ്ങൾ വളച്ചൊടിക്കാൻ നല്ല ബുദ്ധിയുള്ളതുകൊണ്ട് ആ നിലയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഒഫീഷ്യൽ സംവിധാനമാണോ, CP-യുടെ മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ EP-യുടേതല്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാം, ഒഫീഷ്യൽ അല്ല എന്ന് പറഞ്ഞാൽ EP-യുടേതാണെന്ന് വ്യാഖ്യാനിക്കാം. ഇത്തരത്തിലുള്ള ചോദ്യം കോടതിയിൽ ചോദിക്കുന്നത് പോലെ ചോദിക്കാൻ വേണ്ടി പാടില്ല. ഇത് കോൺഗ്രസിന്റെ അല്ല, സംശയത്തിന് എന്ന് പറഞ്ഞാൽ ഒരു സംശയത്തിനിടയില്ലാത്ത വിധം എനിക്ക് മറുപടി പറയാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന ദല്ലാൽ നന്ദകുമാറുമായി അധികാരത്തിന്റെ ഇടനാഴികളിൽ നിരന്തരം നിരങ്ങി നടക്കുന്ന ഈ അവതാരവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് വളരെ ഭംഗിയായി പറയാവുന്നേ ഉള്ളൂ സതീഷിന്. എന്താ സംശയം? ഹാഷ്മി ഒരു കാര്യം, ഹാഷ്മിക്ക് അങ്ങനെ വല്ല സംശയമുണ്ടോ? ഇത്രയും കാലത്തെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ CPM-നെതിരായും ഇടതുപക്ഷത്തിനെതിരായും നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കള്ളൻ എന്ന് പറഞ്ഞു ഓടുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിലുണ്ട്. EP ജയരാജൻ നമ്മുടെ CPM-ന്റെ ഉന്നത നേതാവാണ്. മാത്രമല്ല LDF-ന്റെ കൺവീനറാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു ജാഥ എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ അധികാരമേറ്റതിനു ശേഷം ജനകീയ പ്രതിരോധ യാത്ര എന്ന് പറയുന്ന പൊളിറ്റിക്കലി വളരെ സിഗ്നിഫിക്കൻ്റ് ആയ നല്ല ഒന്നാം തരം രാഷ്ട്രീയ സന്ദേശങ്ങൾ ഉയർത്തി വരുന്നൊരു യാത്ര. ആ യാത്രയിൽ പങ്കെടുക്കാൻ സമയമില്ലാത്ത EP ജയരാജൻ ഈ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയ്ക്ക് പൊന്നാട അണിക്കാൻ സമയമുണ്ട്. ഇവർ തമ്മിൽ ചങ്കുവാണെന്നേ. അതെങ്ങനെയാണ് LDF കൺവീനറും ഒരു വ്യവഹാര വഴിയിൽ എപ്പോഴും സംശയം നേടി നിൽക്കുന്ന ഒരു ദല്ലാളുമായി ഈ ചങ്കും ബന്ധം LDF കൺവീനർക്ക് ഉണ്ടാവുന്ന എന്തിനാണ് സതീഷ്? ഹാഷ്മി ഒരു കാര്യം, ഹാഷ്മി കാര്യങ്ങളെ വളച്ചൊടിച്ച് സംസാരിക്കാൻ വിദഗ്ധനാണ് എന്നുള്ളതുകൊണ്ട് താങ്കളുടേതായ ഭാഷയിൽ താങ്കൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, EP ജാഥയിലും പങ്കെടുത്തിട്ടുണ്ട്, അദ്ദേഹം തന്നെ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ലല്ലോ. പ്രശ്നം കോൺഗ്രസിനകത്ത് നിന്ന് BJP-യിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം എടുക്കാൻ വേണ്ടി ഇപ്പോൾ KPCC-ക്ക് സ്ഥലമില്ല, സമയമില്ല, അതിനൊരാളെ പ്രത്യേകം ഇരുത്തേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ വന്ന് കോൺഗ്രസ് ഈ കേരളത്തിൽ പോലും ദൈനംദിനം ഇന്നും 4 ആൾ പോയല്ലോ, നമുക്കറിയാമല്ലോ. പിന്നെ കോൺഗ്രസിൻ്റെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വരെ ആക്കിയിട്ടുള്ള പത്മിനി തോമസ് പോയി. ആര് പറഞ്ഞിട്ടാണ് പോയത്? നമ്മളെല്ലാം കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുഖമാണല്ലോ തമ്പാനൂർ സതീഷ്, പോയല്ലോ. ഇങ്ങനെ നിരവധി ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നു. BJP സ്ഥാനാർത്ഥി പട്ടികയിൽ 26% ആളുകൾ പഴയ കോൺഗ്രസ്സുകാരാണ്. അതിൽ ആരെല്ലാമുണ്ട്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്കെതിരായി മത്സരിക്കാൻ വേണ്ടി ആദ്യം K. സുധാകരനായിരുന്നല്ലോ പേര് പറഞ്ഞത്, നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ സുധാകരൻ പറഞ്ഞ വാചകമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. സിംഹം ഇങ്ങനെ മടക്കി പുറത്തിറങ്ങി നിൽക്കുകയാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ മത്സരിക്കാൻ വേണ്ടി പറ്റില്ല. കണ്ണൂരിൽ BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. LDF കൺവീനർ തന്നെ പറയുന്നത് ഈ പറയുന്ന BJP-യുടെ തിരുവനന്തപുരത്തെ, തൃശ്ശൂരെ, ആറ്റിങ്ങലൊക്കെ BJP-യുടെ സ്ഥാനാർത്ഥികൾ നല്ല ഒന്നാം തരം മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ് എന്ന് പറയുകയാണ്.
അപ്പോൾ ഇന്ന് വി ഡി സതീശൻ പറയുക ജസ്റ്റ് ഒന്ന് പ്ലേ ആവുന്നു. അല്ല, മെച്ചപ്പെട്ട കോൺഗ്രസ്സുകാരാണ്. അല്ല മെച്ചപ്പെട്ട കോൺഗ്രസ് ഒന്നുമില്ല. ഇവിടെ നല്ല സ്ഥാനാർത്ഥികളാണ്. അവരിപ്പോൾ തിരുവനന്തപുരത്ത് അവർ കേന്ദ്രമന്ത്രിയാണ്, ആറ്റിങ്ങൽ കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പല മണ്ഡലങ്ങളും എടുത്താൽ അത് തൃശ്ശൂരുണ്ട് സുരേഷ് ഗോപി അവിടെ ജയിച്ചു വരാനുള്ള സാധ്യതയൊന്നുമില്ല. അവർ നിർത്തിയിരിക്കുന്ന പല സ്ഥാനാർത്ഥികളും അവരുടെ പ്രമുഖരായിട്ടുള്ളവരാണ്. മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണെന്നുള്ള എന്താണ് ഇപ്പം കോൺഗ്രസ് കൊടുക്കാത്ത അല്ലെങ്കിൽ CPM മറ്റാരും കൊടുക്കാത്ത BJP ഇപ്പോൾ ഇന്ന് വി ഡി സതീശൻ പറയുകയാണ്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറുമായി EP ജയരാജന് കടപ്പാടുണ്ടാകും. കാര്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വൈദേഹം റിസോർട്ടിൽ ഡീലിൽ ഇടപെട്ടുകാർ ഒരു കടപ്പാടുണ്ടാകാം. പക്ഷേ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. കേരളത്തിൽ LDFും NDAയും തമ്മിലാണ് പോരാട്ടം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന ദല്ലാൽ നന്ദകുമാറിനെ കൂട്ടി പാർട്ടിക്ക് ആളെ കൂട്ടാൻ നടക്കുന്ന EP ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിർണായക മണിക്കൂറുകളിൽ. എസ് കെ സജീഷ്. ആശ്മി, ഒരു കാര്യം ഞാൻ പറയട്ടെ. വാചകങ്ങൾ പൂർത്തീകരിക്കാത്തത് കൊണ്ടുള്ള ചില ആശയ പ്രശ്നങ്ങൾ ഈ ചർച്ചയിൽ ഉണ്ടാകും. പറഞ്ഞു വരുന്നതിൻ്റെ ഒരു ഘട്ടമെത്തുമ്പോൾ ആശ്മി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനത് പൂർത്തീകരിച്ചാലാണല്ലോ ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താണ് എന്ന് പ്രേക്ഷകർക്കും മനസ്സിലാവും. ഒരു ചർച്ച നന്നായി നടക്കണമെന്ന് ആശ്മിക്ക് ധാരണയുണ്ടെങ്കിലും അവിടെ അങ്ങനെയല്ലേ നടക്കും. പക്ഷേ എന്താണ് ഞാൻ ക്രോഡീകരിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് സമ്മതിക്കാതെ ആശ്മി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സ്ഥിരമായ ശൈലി ആയതുകൊണ്ട് എനിക്കിപ്പോൾ അതിലൊരു അത്ഭുതം തോന്നാനില്ല. ആശ്മിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കൃത്യമായി പറഞ്ഞു പോകാം എന്ന് കരുതിയിട്ടല്ല ഒരിക്കലും ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. ആശ്മി ഒരിക്കലും പറയാൻ സമ്മതിക്കില്ല എന്നും ആശ്മിക്ക് ഒരു അജണ്ടയുണ്ട് എന്നും നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് ചർച്ചയിലിരിക്കുന്നത്. പക്ഷേ എങ്കിലും അല്പമൊക്കെ സാമാന്യമായി ഞങ്ങൾക്കും പറയാനുള്ളത് പൂർത്തീകരിക്കാനുള്ള അവസരം തരണം. അതല്ലാതെ ആശയവ്യക്തതയില്ലാതെ പറയുന്ന അവസാനിപ്പിക്കാൻ രീതി സ്വീകരിക്കരുത്. വ്യക്തമായി പറയുക, കേരളത്തിൽ LDFും BJPയും തമ്മിലാണ് പോരാട്ടമെന്ന് പറഞ്ഞ് EP ആണോ CPM വിശ്വസിക്കേണ്ടത്, CPM പ്രവർത്തകർ വിശ്വസിക്കേണ്ടത്? അതല്ല, LDFും UDFും തമ്മിലാണ് പോരാട്ടമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണോ കേരളത്തിലെ CPM പ്രവർത്തകർ വിശ്വസിക്കേണ്ടത്? സജീഷ്, ആശയവ്യക്തതയോട് പറഞ്ഞോളൂ, ഞാൻ ഇടപെടില്ല. കേരളത്തിൽ ഇനി താങ്കൾ ഇടപെടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് ഏതാനും വാചകങ്ങൾ പറയാമെന്ന് കരുതുകയാണ്. അതിൻ്റെ ഇടയിൽ താങ്കൾ ഇടപെട്ടാൽ ഞാൻ ഒരു പാർട്ട് മാത്രമേ പറയൂ. അപ്പോൾ ആ പാർട്ടിൻ്റെ കാര്യം മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. അങ്ങനെ വാശി പിടിക്കരുത്. ഞാൻ പൂർണ്ണമായി 3-4 വാചകങ്ങൾ പറയും. അതിന് താങ്കൾ ക്ഷമിച്ച് കാത്തിരിക്കണം എന്ന് പറയുകയാണ്. സ്വതസിദ്ധമായ ശൈലി എടുക്കരുത്. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ BJP എന്നാലും ഒന്ന് ഇടപെട്ട് നോക്കണം എന്ന് തന്നെ ഞാൻ പറഞ്ഞു വരികയാണല്ലോ. അതായത് കേരളത്തിൽ ശക്തമായ മത്സരം നടക്കുന്നത് കോൺഗ്രസും അല്ലെങ്കിൽ UDFും LDFും തമ്മിൽ തന്നെയാണ്. അവിടെ BJP അവരുടെ നല്ല സ്ഥാനാർത്ഥികളെയും മറ്റും ഇറക്കി തോൽക്കുമെന്ന് നല്ല ഉറപ്പുണ്ടായിട്ടും കേരളത്തിൽ ഒരിക്കലും ജയിക്കാത്തവരായിട്ടും മറ്റ് പല സംസ്ഥാനങ്ങളിലും പോയി അവിടെ നിന്ന് രാജ്യസഭയിലൂടെയും മറ്റും മന്ത്രിമാരൊക്കെ ആയിട്ടുള്ള വളരെ പ്രമുഖരായിട്ടുള്ള കുറേ ആളുകളെ തോൽക്കുമെന്ന് നല്ല ഉറപ്പിൽ തന്നെ മത്സരിപ്പിച്ചിട്ടുണ്ട്. അതിലും തർക്കമില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള ആളുകൾ തന്നെ BJPയുടെ സ്ഥാനാർത്ഥികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പ്രമുഖരും എല്ലാമായിട്ടുള്ള ആളുകൾ കോൺഗ്രസ്സുകാരായി നിൽക്കുന്ന കാഴ്ച കാണുകയാണ്. കോൺഗ്രസ് അപ്രശസ്തമായി നിൽക്കുന്നു എന്നതും ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പട്ടിക പരിശോധിച്ചാൽ BJPയുടെ പട്ടികയിൽ 26% പഴയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. അതായത് രഘുനാഥ് കണ്ണൂരിൽ പിണറായി വിജയനെതിരായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞ് KPCC കണ്ടെത്തിയ ആളിപ്പോൾ കണ്ണൂരിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അപ്പുറത്ത് അനിൽ ആൻ്റണി, AK ആൻ്റണിയുടെ മകൻ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഇവരുടെ കാലത്ത് കൊണ്ടുവന്ന അബ്ദുൾ സലാം ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായി മലപ്പുറത്ത് മത്സരിക്കുന്നു. അതുപോലെ തന്നെ മാവേലിക്കരയിലെ നേരത്തെ മാവേലിക്കര മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചയാൾ ഇപ്പോൾ BJP പക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നു. ഈ കാഴ്ചയൊക്കെ നമ്മൾ കാണുകയാണ്. ഇതൊക്കെ മറ്റാരുടെയും തലയിൽ വെച്ച് മറ്റ് ചർച്ചകൾ സാധാരണഗതിയിലെ പോലെ വിഷയങ്ങൾ നന്ദകുമാറും EPയും തമ്മിലുള്ള അഗാധ സൗഹൃദം എന്തിനാണെന്ന് ചോദിച്ചാൽ താങ്കൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞ താങ്കൾ കുറ്റം പറയുന്നില്ല. EP ജയരാജനും ദല്ലാൽ നന്ദകുമാറും തമ്മിലുള്ള അഗാധ സൗഹൃദം എന്ത് അടിസ്ഥാനത്തിലാണ് ചോദിച്ചാൽ താങ്കൾ മറുപടി പറയാൻ കഴിയില്ല. മാത്രമല്ല സൗഹൃദം ഇല്ല എന്ന് പറയാൻ കഴിയില്ല. LDFും BJPയും തമ്മിലാണ് പോരാട്ടം എന്ന് EP പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ്, ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ താങ്കൾക്ക് മറുപടിയില്ല. അത് EPയുടെ തലയിൽ വെക്കലേ നടക്കുകയുള്ളൂ. EP പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ നടക്കുകയുള്ളൂ. താങ്കൾ ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് താങ്കൾക്ക് അതിന് കഴിയില്ല. നിസ്സഹായത മനസ്സിലാകുന്നു. കോൺഗ്രസിന്റെ പട്ടിക വായിച്ചോളൂ. ശരി, അടുത്ത ഘട്ടത്തിൽ ഞാൻ അടുത്ത താങ്കളിലേക്ക് വരാം. അപ്പോൾ അടുത്ത ബാക്കി കോൺഗ്രസ് പട്ടിക വായിക്കും. ശരി ആശ്മി, ഒരു കാര്യം
ശരി, എന്താണെന്ന് പറയാമോ? ഹാഷ്മിയുടെ വാദങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി സ്വതസിദ്ധമായ ശൈലിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. അല്ല ശരി, എന്നാണെന്ന് പറയാമോ? LDF-ഉം BJP-യും തമ്മിൽ മത്സരിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ EP പറഞ്ഞ ഏതൊക്കെയാണെന്ന് അറിയാമോ ശ്രീ SK സജീഷിന്? കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ എല്ലാം UDF-ഉം LDF-ഉം തമ്മിൽ മത്സരം നടക്കുന്നുണ്ട്. സാർ, ഞാൻ ഏതെങ്കിലും നേതാവ് പറഞ്ഞ കാര്യം ചോദിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് LDF കൺവീനർ പറഞ്ഞ കേരളത്തിൽ LDF-ഉം BJP-യും നേർക്കുനേർ മത്സരിക്കുന്ന, BJP രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഏത് മണ്ഡലമാണ് SK സജീഷ്? ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA രണ്ടാം സ്ഥാനത്ത് വന്ന എത്ര സീറ്റാണ്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ളൊരു സീറ്റും കളഞ്ഞ BJP രണ്ടാം സ്ഥാനത്ത് വന്നത് 7-8 ഇടത്താണ്, അതോ 6? അതിനാണ് EP ഇല്ലാത്ത വലിപ്പം ഉണ്ടായി കൊടുക്കുന്നത്. എന്താണ് അജണ്ട SK സജീഷ്? അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ ചോദിക്കുന്നത് EP ജയരാജൻ LDF-ന്റെ കൺവീനറാണോ NDA കൺവീനറാണോ? അല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർ വീണ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റുള്ളവരുടെ തലയിലേക്ക് കാര്യങ്ങൾ വെച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും എല്ലാം. കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് പകരം സ്വന്തം ഒന്ന് തിരിഞ്ഞു നോക്കാനാണ്. അവരുടെ അവസ്ഥ എന്താണ്? ഓരോ ദിവസവും KPCC ഓഫീസിൽ നിന്ന് എത്രയാളാണ് BJP-യിലേക്ക് പോകുന്നതെന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസുമായിട്ട് മത്സരം ഉണ്ടാവില്ല. അത് സ്വാഭാവികമായ കാര്യമാണ്. കോൺഗ്രസ് സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നശിക്കണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞാനതാ പറഞ്ഞത്, രാജ്യത്തുടനീളം, കേരളത്തിൽ മാത്രമല്ല രാജ്യത്തുടനീളം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയാൽ ഞാനങ്ങ് BJP-യിലേക്ക് പോകും എന്ന് പറഞ്ഞത് ഇവിടെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ നേതാവല്ല, KPCC പ്രസിഡന്റാ പറഞ്ഞത്. ശരി, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. ഓക്കെ, ഞാൻ അടുത്തടുത്ത് അങ്ങനെയൊക്കെ എത്താം. ഞാൻ ദീപ്തിയിലേക്ക് എത്തുമ്പോൾ ശ്രീ യുവരാജ് കൺവീനർ അല്ല പറഞ്ഞിട്ടുള്ളത്. ശരി 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 LDF കൺവീനർ അല്ല പറഞ്ഞിട്ടുള്ളത്. ശരി, ഞാൻ പറയുന്നത് EP പറയുന്നത് പോലെ BJP-ക്ക് കേരളത്തിൽ അത്ര ശക്തിയൊന്നുമില്ല. അത് സജീഷ് തുറന്ന് സമ്മതിക്കാൻ മടിയുണ്ടെങ്കിലും EP പറയുന്നത് പോലെ BJP-ക്ക് കേരളത്തിൽ അത്ര വലിയ ശക്തിയൊന്നുമില്ല എന്ന് കണക്കുകൾ ആണ് സാക്ഷ്യം. ശ്രീ യുവരാജ് ഗോകുൽ, അങ്ങനെ കണക്കുകൾ സാക്ഷ്യമാകുമ്പോഴും കേരളത്തിൽ മത്സരം LDF-ഉം BJP-യും ആണെന്ന് EP സാക്ഷ്യപ്പെടുത്തുന്ന സംഘപരിവാർ കേന്ദ്രങ്ങളെ സന്തോഷിപ്പിക്കുന്നത് ചെറുതായിട്ടല്ല. ഇപ്പോൾ ജനം TV ഒക്കെ വലിയ തലക്കെട്ടാണ്. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന വസ്തുതാവിരുദ്ധമാണെങ്കിലും EP പറയുന്നത് നിങ്ങളെ വല്ലാതെ ആനന്ദിപ്പിക്കുന്നുണ്ടോ ശ്രീ യുവരാജ് ഗോകുൽ? EP അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതായിട്ടാണ് ഹാഷ്മി എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ തവണ തിരുവനന്തപുരം പാർലമെന്റിൽ കഴിഞ്ഞ 2 പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലായിട്ട് ഇടതുപക്ഷം 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യുന്നത്. അതും ചെറിയ ഡിഫറൻസിനൊന്നും അല്ല. 50,000-ത്തിലധികം വോട്ടുകൾക്ക്, 1,00,000 വോട്ടുകൾക്ക് അധികം പിറകിലേക്കാണ് ഇടതുപക്ഷം കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലായിട്ട് BJP-ക്ക് പുറകിൽ തിരുവനന്തപുരം, കേരളത്തിന്റെ തലസ്ഥാന പാർലമെന്റിൽ തന്നെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് നിയമസഭയിലും CPM 3-ാം സ്ഥാനത്താണ്, BJP-ക്ക് പുറകിലാണ്. അപ്പോൾ BJP-യുടെ ശക്തിയെ അങ്ങനെ കുറച്ച് കണ്ടിട്ടൊന്നും അല്ലല്ലോ അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം സംസാരിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള ഒരൊറ്റ കയറുന്ന സീറ്റും കളഞ്ഞ് 7-8 സ്ഥലങ്ങളിൽ രണ്ടാമതായി നിങ്ങളാണ് പറയുന്നത് അല്ലേ BJP-ക്ക് ഇവിടെ വലിയ ശക്തിയുണ്ട്? യുവരാജ് ഗോകുൽ, EP എന്തോ പറഞ്ഞു, EP എന്തോ പറഞ്ഞതാണ്. അതിന് കണക്കിന് അടിസ്ഥാന ബലമൊന്നുമില്ല. അല്ല, നമുക്ക് കണക്കിന്റെ അടിസ്ഥാനത്തിന്റെ ബലത്തിലൊക്കെ തന്നെ സംസാരിക്കാം ഹാഷ്മി. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്കൊന്നും ഇല്ല. നമുക്ക് സംസാരിക്കാമല്ലോ. നമ്മുടെ ഇതിനകത്ത് തർക്കമല്ലല്ലോ, നമ്മൾ സംവാദമല്ലേ, നമുക്ക് സംസാരിക്കാമല്ലോ. ഇപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം 2014-ലാവട്ടെ 2019-ലാവട്ടെ ഒരു പാർലമെന്റ് സീറ്റ് ജയിക്കുമെന്നുള്ള തലത്തിലേക്കായിരുന്നു എപ്പോഴും മത്സരം നടന്നുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം പാർലമെന്റിലേക്ക് മാത്രം ചുരുങ്ങിയിട്ടായിരുന്നു. അത് ഒരുപക്ഷെ നമുക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു തവണ വളരെ ചെറിയ വോട്ടിന് 2-ാം സ്ഥാനത്ത് വന്നു. കഴിഞ്ഞ തവണ ഒരല്പം വലിയ മാർജിനിലായിരുന്നെങ്കിൽ 2-ാം സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇത്തവണ അത് മാറിയിട്ട് 3-4 സീറ്റുകൾ എന്നുള്ള നിലയിലേക്ക് പല സർവേകളും തന്നെ പറയുന്നുണ്ട്. 3 സീറ്റുകൾ വരെ പറഞ്ഞ സർവേകളുണ്ട്. അപ്പോൾ കേരളത്തിൽ BJP-യുടെ ശക്തി വളരുകയാണോ തളരുകയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, BJP രാഷ്ട്രീയമായും BJP ബൂത്ത് തലത്തിലും BJP മറ്റെല്ലാ മേഖലകളിലും വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, എല്ലാ ചർച്ചകളും എടുത്തു നോക്കിക്കോളൂ. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ടെക്നിക്കലി BJP-യെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ BJP-യെ മാറ്റി നിർത്തിയിട്ട് ചർച്ച നടത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അസംഭവ്യമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് 15-20% വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിയെ നിങ്ങൾ എങ്ങനെയാണ് ശക്തിയില്ലാത്ത ഒരു പാർട്ടി എന്നോ അല്ലെങ്കിൽ പ്രസക്തമല്ലാത്ത ഒരു പാർട്ടി എന്നോ പറയുന്നത്? ആ പാർട്ടിക്ക് അതിൻ്റെതായ രാഷ്ട്രീയ പ്രസക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് പല മണ്ഡലങ്ങളിലും 30% വോട്ട് കിട്ടുന്ന 28%, 25% വോട്ട് കിട്ടിയ പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട് കാശ്മീർ. ഇതൊക്കെ പറയുമ്പോൾ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഏതോ പ്രധാനപ്പെട്ട ഹെവി വെയ്റ്റ്സ് ഒക്കെ വരുന്നു എന്ന രീതിയിൽ വലിയ ഹൈപ്പ്. കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം അത് പറയുന്നു. ലാസ്റ്റ് വരുന്നതാരാണ്? പത്മിനി തോമസ്, തമ്പാനൂർ സതീഷ്. ഇവർക്ക് അതാണോ BJP-ക്ക്
കിട്ടാവുന്ന ഹെവി വെയിറ്റ്സ് ഇപ്പോഴും താങ്കൾ ഈ പറയുന്ന വലിയ സ്വാധീനമുണ്ടെന്ന് പറയുന്ന പാർട്ടിക്ക്? നേതാക്കളാണോ അല്ല, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളാണോ അല്ലയോ എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാരോട് തന്നെ ചോദിക്കുക. അവർ പറയട്ടെ ഇത്രയും കാലം ഇവരൊന്നും പ്രസക്തരായ നേതാക്കളായിരുന്നില്ല എന്ന്. DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആള് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ആളാണ് എന്നാണോ ഹാഷ്മി പറഞ്ഞു വരുന്നത് രാഷ്ട്രീയമായിട്ട്? സതീഷ് എന്ന് പറയുന്ന ആളെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം പോലും പ്രസക്തനാണ്. പക്ഷേ BJP പോലെ ഇത്ര വലിയ അധികാരമുള്ള, ഇത്ര വലിയ സമ്പത്തുള്ള പാർട്ടിക്ക് പരമാവധി സമാഹരിക്കാൻ കഴിയുന്ന പേരാണ് തമ്പാനൂർ സതീഷ് അല്ലേ? തമ്പാനൂർ സതീഷ് മുതൽ പത്മിനി തോമസ് മുതൽ പത്മജ വേണുഗോപാൽ മുതൽ അനിൽ കെ ആന്റണി മുതൽ സി രഘുനാഥ് വരെ ഹെവി വെയിറ്റുകളായിട്ടുള്ള ഒരുപാട് പേരുകളും വളരെ സാധാരണക്കാരായ പ്രവർത്തകരും പല പാർട്ടികളുടെയും വോട്ടേഴ്സും ഒക്കെ നമ്മളിലേക്ക് കാലങ്ങളായിട്ട് സ്വിച്ച് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ 2009 2004 ഒക്കെ തിരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ BJPക്ക് ഇത്രയും വോട്ട് കിട്ടുന്നുണ്ടായിരുന്നോ? ഈ വോട്ടേഴ്സ് ആരും പുറത്തുനിന്ന് വന്ന ആൾക്ക് തമിഴ്നാട്ടിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ ഉത്തർപ്രദേശിൽ നിന്നോ കൊണ്ട് ഇറക്കുമതി ചെയ്ത വോട്ടേഴ്സ് ഒന്നും അല്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന വോട്ടേഴ്സ് തന്നെയല്ലേ അവരെന്നല്ലേ സ്വിച്ച് ചെയ്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ വോട്ടേഴ്സ് മുതൽ ബൂത്ത് തലത്തിലുള്ള വർക്കേഴ്സ് മുതൽ മണ്ഡലം തലത്തിലുള്ളവർ മുതൽ അങ്ങ് പാർലമെന്റ് തലത്തിൽ സംസ്ഥാന തലത്തിലുള്ളവർ വരെ നമ്മളിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ രാമൻ നായർ, അദ്ദേഹം എന്താ ചെറിയ ആളായിരുന്നോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? നമ്മുടെ PSCയുടെ ചെയർമാൻ ആയിരുന്ന രാധാകൃഷ്ണൻ സാറ്, അദ്ദേഹം എന്താ ചെറിയ പേരാണോ ഹാഷ്മി? രാധാകൃഷ്ണൻ സാറിന്റെ ഒക്കെ പേരെന്താ ചെറിയ പേരാണോ? എവിടെയാണിപ്പോ ജേക്കബ് തോമസ്? എവിടെയാണിപ്പോ അൽഫോൺസ് കണ്ണന്താനം? എവിടെയാണിപ്പോ? ഒരു വലിയ തന്നെ ഉണ്ടല്ലോ. അല്ല, BJP നിൽക്കുകയല്ലേ സാർ? ആ പാവം ജേക്കബ് തോമസ്, പച്ചക്കാടും മഞ്ഞക്കാടും പാവം ജേക്കബ് തോമസ് ഒക്കെ എവിടെയാണിപ്പോ? കാണാനോ ഇല്ല, കേൾക്കാനോ ഇല്ല. BJP പരിപാടികളിൽ പറഞ്ഞോ ഞങ്ങൾ തമോഗർത്തത്തിലാണെന്ന്? എങ്ങനെ കേട്ടില്ല? അല്ല ഹാഷ്മി, അവരാരെങ്കിലും വന്ന് പറഞ്ഞോ ഞങ്ങൾ തമോഗർത്തത്തിലാണെന്ന്? അവരാരെങ്കിലും വന്ന് പറഞ്ഞോ? ജേക്കബ് തോമസ് കാണാനില്ല, സാറ്റിസ്ഫൈഡ് അല്ല എന്ന് അവരാരെങ്കിലും വന്ന് പറഞ്ഞോ? ജേക്കബ് തോമസ് എവിടെയാണ്? അങ്ങനെയോ നിങ്ങൾ കാണാത്തതുകൊണ്ടല്ലേ? അദ്ദേഹം ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, അദ്ദേഹം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. നിങ്ങൾ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അല്ല, ഈ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ മാത്രമാണോ? ഏതെങ്കിലും പാർട്ടി പരിപാടി കാണുക എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ മാത്രമാണോ? ഏതെങ്കിലും പാർട്ടി പരിപാടി കാണും. അദ്ദേഹം ഞങ്ങളുടെ ഒരുപാട് വേദികളിൽ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ജേക്കബ് തോമസോ ഒരു വേദി പറയാമോ? ഒരുപാട് പേര്. യുവരാജ് ഗോകുൽ ഒറ്റ വേദി പറയാമോ? ജേക്കബ് തോമസ് വേദിയായിട്ടൊന്നും എനിക്ക് പറയാനില്ല. അദ്ദേഹത്തിനെ ഞാൻ കണ്ടിരിക്കുന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു വേദിയുടെ ജേക്കബ് തോമസ് പങ്കെടുത്ത ഒറ്റ വേദി പറയാമോ? ഈ അടുത്ത കാലത്ത് ജേക്കബ് തോമസ് പങ്കെടുത്ത ഒറ്റ വേദി പറയാമോ? ഒരു വേദി ചോദിക്കുന്നുള്ളൂ ഞാൻ. അദ്ദേഹം ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടിയിൽ തന്നെ ഞാൻ പങ്കെടുത്തതാണ്. ഇപ്പൊ BJPയുടെ വേദിയിൽ തന്നെ വരിക എന്ന് പറയുന്നതാണോ? അല്ലല്ലോ. ഇപ്പൊ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അതിന് ബാലഗോകുലമുണ്ട്, ഹിന്ദു ഐക്യവേദിയുണ്ട്, ഭാരതീയ വിചാര കേന്ദ്രമുണ്ട്. അങ്ങനെ വേദികൾ ഒരുപാടുണ്ടെന്നേ. ഒരുപക്ഷെ മാധ്യമങ്ങൾ അങ്ങനെ വലിയ പ്രാധാന്യങ്ങളൊന്നും ചിലപ്പോൾ അതുപോലുള്ള വേദികൾക്ക്, നിങ്ങൾ പൂക്കാസ പോലുള്ള വേദികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടാകും. ഇവരെല്ലാവരും അകത്തുള്ളത്. DGP ജേക്കബ് തോമസിനെ എടുത്തത് ബാലഗോകുലത്തിലേക്കല്ലല്ലോ. പോട്ടെ, ഞങ്ങളിലേക്ക് ഒരാൾ വരുന്നത് ഹാഷ്മി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങൾ ഈ ദല്ലാളുമാരെയും ബ്രോക്കർമാരെ ഇറക്കിയിട്ടല്ല ആളെ കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് ആള് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആശയധാരയിലേക്ക് അല്ലെങ്കിൽ ഒരു ചിന്താധാരയിലേക്ക് വരുന്നു എന്നാണ്. ആ ചിന്താധാര എന്ന് പറയുന്നത് ബാലഗോകുലവും ഹിന്ദു ഐക്യവേദിയും രാഷ്ട്രീയ സ്വയംസേവക സംഘവും എല്ലാം ഉൾപ്പെടുന്ന ഒരു ചിന്താധാരയാണ്. അതിൻ്റെ അകത്ത് സംസാരിക്കേണ്ടടുത്ത്, പ്രവർത്തിക്കേണ്ടടുത്ത് വരാൻ താല്പര്യമുള്ള എല്ലാവരും വരുന്നുണ്ട്. അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ആ മേഖലയിൽ എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ധാര മുൻപോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പത്മജ വേണുഗോപാൽ ഈ പറയുന്ന കൊടുത്ത ഷുവർ ഷോട്ട് സീറ്റുകളിലൊക്കെ തോറ്റ ആളാണെന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ കിട്ടിയ പ്രൈസ് കാച്ചാണ്, അതൊരു തർക്കമില്ല കേട്ടോ. ഞാൻ അങ്ങനെ എത്താം. ദീപ്തി മേരി വർഗീസ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, EP ജയരാജനെ താങ്കൾ EP ജയരാജൻ ഉള്ളെടുത്ത് അങ്ങോട്ട് പോയി കണ്ടു എന്ന് ഇന്ന് ദല്ലാൽ നന്ദകുമാർ പറയുന്നുണ്ട്. EP ജയരാജനുമായി ഒരു സംസാരം ഉണ്ടായോ ഈ വിഷയത്തിൽ, സ്ഥാനാർത്ഥവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ? രണ്ട്, ദീപ്തി മേരി വർഗീസ് ഇന്ന് രാവിലെ പറയുന്നുണ്ടായിരുന്നു EP ജയരാജൻ CPM-ലേക്കുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജന്റ് മാത്രമല്ല BJP-യിലേക്കും ആളെ കൊടുക്കുന്നു എന്നൊരു ഗുരുതര ആരോപണം താങ്കൾ ഉന്നയിക്കുന്നു. എന്ത് അടിസ്ഥാനത്തിലാണത് ദീപ്തി? ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞോട്ടെ. ഇവിടെ ഇപ്പോ BJP-യുടെ പ്രതിനിധി പറഞ്ഞത് ഹെവി വെയിറ്റ് ആയിട്ടുള്ള നിരവധി ആളുകൾ വന്നു എന്ന് പറഞ്ഞ പേരുകൾ ഒന്ന് പത്മജയുടെ, ഒന്ന് അനിൽ ആന്റണിയുടെ, പിന്നെ തമ്പാനൂർ സതീഷിന്റെ, പത്മിനിയുടെയാണ്. ഈ പേരുകളൊക്കെ ഒന്ന് നോക്കൂ. അപ്പൊ BJPയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ ഈ പത്മജ വരുന്നത് പോലും
ഈ കേരളത്തിലെ BJPയുടെ ഒരു നേതാക്കന്മാരും അറിഞ്ഞിട്ടില്ല. സുരേന്ദ്രൻ ഉൾപ്പെടെ അറിഞ്ഞത് ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണ് എന്നുള്ളതാണ്. കേരളത്തിൽ BJPയെ സംബന്ധിച്ച് അവർക്ക് നേതൃത്വം എന്ന് പറയുന്നത് കൃത്യമായിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ ശക്തമായ ഒരു അടിത്തറ BJPക്കില്ല. അപ്പോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ താല്പര്യവുമായി നിൽക്കുന്ന ആളുകളെ എന്തെങ്കിലുമൊക്കെ അധികാരം പറഞ്ഞ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞ് വ്യാമോഹിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് കേരളത്തിൽ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഭീഷണിപ്പെടുത്തി. നമ്മൾ എപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉപയോഗിച്ച്, ED ഉപയോഗിച്ച്, ഇൻകം ടാക്സ് ഉപയോഗിച്ചൊക്കെ കോൺഗ്രസിന്റെയും മറ്റ് CPMന്റെ നേതാക്കന്മാരെയും ഒക്കെ ഇവർ ഏത് രീതിയിലാണ് പ്രലോഭിപ്പിക്കുന്നത്, ഓപ്പറേഷൻ താമര എങ്ങനെയാണ് നടത്തുന്നത്, പിന്നെ സജീഷിനോട്. അപ്പൊ ഈ ഹെവി വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് BJP കൊണ്ടുവരുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ആളുകളാണ്. പത്മിനി തോമസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഏത് ഘടകത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? അവരൊരു സ്പോർട്സുകാരി എന്നുള്ള നിലയ്ക്ക് അവർക്ക് വലിയ പ്രാധാന്യം ഭരണമുണ്ടായിരുന്ന സമയത്ത് സ്പോർട്സ് കൌൺസിൽ ഇത് ചെയർപേഴ്സൺ ആയിരുന്നു, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതുപോലെയുള്ള ആളുകൾ പോകുന്നതിനെ വലിയ പർവ്വതീകരിച്ചൊന്നും കാണേണ്ടതായിട്ടില്ല. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് എല്ലാ പദവികളും നേടിയെടുത്ത്, ഈ പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുത്ത് ഇനി ആ പാർട്ടിയിൽ നിന്ന് ഒരു ആനുകൂല്യം കിട്ടാനില്ല എന്ന് ഉറപ്പിക്കുമ്പോഴേക്കും എന്നാ പിന്നെ BJPയിലേക്ക് പോയേക്കാം എന്ന ചിന്ത നിങ്ങളുടെ നേതാക്കൾക്ക് ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്? ഇപ്പൊ തമ്പാനൂർ സതീശനടക്കം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? അത്രയും ആശയദാർഢ്യമേ അവർക്കുള്ളോ? അത്രയും ആശയദാർഢ്യമേ ഈ പാർട്ടി അവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ളൂ. അതിന്റെ കുറ്റം നിങ്ങളുടെ പാർട്ടിക്കുണ്ട് ദീപ്തി. അങ്ങനെ വെറുതെ പറഞ്ഞു കഴിയാൻ പറ്റില്ല. അത്രയും അല്ലെന്നേ, അത്രയുമേ ഉള്ളന്നേ ഹാഷ്മി. ഞാൻ പറയുന്നത് അത്രയുമേ ഉള്ളൂ അവർക്ക്. കാരണം അവരെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ മോഹിച്ചു നിന്ന ആളുകളായിരുന്നു. അത്തരത്തിൽ മോഹിച്ചു നിന്ന ഒരാളായിരുന്നു പത്മജ ഉൾപ്പെടെയുള്ള ആളുകൾ. അതുകൊണ്ടാണല്ലോ പോകേണ്ടതായിട്ട് വന്നത്. അവർക്ക് രണ്ട് കാരണങ്ങളുണ്ട്. പത്മജയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അവർക്ക് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ചില വിഷയങ്ങൾ, അതിനപ്പുറമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, കോൺഗ്രസിൽ നിന്ന് അവർക്ക് എന്തിനാണ് ഒരു കുറവ് വന്നിട്ടുള്ളത്? കോൺഗ്രസിൽ ഏത് പോയിന്റ് ഓഫ് ടൈമിലാണ് അവർക്ക് ചോദിച്ച ഒരു പോസ്റ്റ് കൊടുക്കാതിരുന്നിട്ടുള്ളത്? ഏറ്റവും അവസാനം ഏതാണ്ട് 2 ആഴ്ച മുമ്പ് രാഷ്ട്രീയകാര്യ സമിതി അംഗം കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ അവരെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാക്കിയില്ലേ? അപ്പോൾ എല്ലാ കാലത്തും എല്ലാ സൗഭാഗ്യങ്ങളും നേടി എല്ലാം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഞങ്ങളെപ്പോലെ സാധാരണക്കാരായി ഇതിന്റെ അകത്ത് താഴെത്തട്ടിന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും പലതും നിഷേധിക്കപ്പെടുമ്പോൾ പോലും കരുണാകരന്റെ മകൾ എന്നുള്ള നിലയ്ക്ക് പത്മജിക്ക് പലതും ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ചതൊന്നും പോരാഞ്ഞിട്ട് അതിലും അപ്പുറം വേണം എന്നുള്ളത് വ്യാമോഹിച്ചാണ് പോകുന്നത്. അവരുടെ രാഷ്ട്രീയ അടിത്തറയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പൊ പലതരത്തിലുള്ള ആളുകൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കും. ഇപ്പോൾ CPMന്റെ കാര്യം എടുത്തു നോക്കുക. ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ കണ്ടിരുന്ന ആളാണ് അൽഫോൺസ് കണ്ണന്താനം. അദ്ദേഹം പോയില്ലേ? വിശ്വനാഥ മേനോൻ പോയില്ലേ? ഇതുപോലെ ലിസ്റ്റ് പറയാനാണെങ്കിൽ എത്ര പേരുടെ പേര് നമുക്ക് പറയാനുണ്ടാകും. കേരളത്തിൽ തന്നെ ആദ്യമായി NDAക്ക് ഒരു MP ഉണ്ടായത്, അതിന് സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? CPM അല്ലേ? PC തോമസിലൂടെ. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി BJPക്ക് ഒരു നഗരസഭ അധികാരത്തിൽ വന്നത് പാലക്കാട് ഇടതുമുന്നണി വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതുകൊണ്ടാണ്. ഇന്ത്യയിൽ ആദ്യമായി സംഘപരിവാർ അധികാരത്തിൽ വന്നത് ഇടതുകക്ഷികളുടെ പിന്തുണയോടെ ആയിരുന്നു VP സിംഗിന്റെ കാലത്ത്. ഇങ്ങനെ ബംഗാളിൽ, ത്രിപുരയിലൊക്കെ നടക്കുകയാണ്. പഞ്ചാബിൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിപക്ഷമായിരുന്ന CPM ഒന്നുമല്ലാതായിരിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, 12-13 മുൻ മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ആ ക്യാമ്പിലാണ്. എത്രയോ PCC അധ്യക്ഷന്മാർ ഇപ്പോൾ ആ ക്യാമ്പിനാണ്. എത്രയോ മുൻ MLA മാർ ഇപ്പോൾ ആ ക്യാമ്പിനാണ്. അതുകൊണ്ട് ഈ കണക്ക് വെച്ചൊന്നും അതിനെ മറയ്ക്കാൻ ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ ആത്മപരിശോധന നടത്തുക ആണ് വേണ്ടത്, അല്ലാതെ CPMന്റെ കണക്കെടുക്കുന്ന കാര്യമില്ല. ഈ കണക്ക് അല്ലല്ല ഹാഷ്മി, അല്ല, ഈ കണക്ക് വെച്ച് തന്നെ ഞാൻ മറക്കാം. ഞാൻ പറഞ്ഞു തരാം. ഈ മുഖ്യമന്ത്രിമാരുള്ളത് കോൺഗ്രസിന് മാത്രമല്ല, CPMന് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നില്ലല്ലോ. ആകെ ഉണ്ടായിരുന്നത് ബംഗാളിലും കേരളത്തിലും മാത്രമല്ലേ, ത്രിപുരയിലും അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിമാരും മറ്റു മന്ത്രിമാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ രാജിവെച്ച് പോയിട്ടുണ്ടാവും. പക്ഷെ CPMന്റെ കണക്ക് ഞാൻ പറയാം. എത്ര പേരുകൾ വേണം? എന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്. അശോക് മിന്ന, തപസി മണ്ഡൽ, ഗഗൻ മുർഗു, അങ്ങനെ ഒരു 10-20 പേരുണ്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. MLA മാരുണ്ട്, BJPയിലേക്ക് പോയി മുൻ MLA മാരുണ്ട്. ഞാൻ ചോദിക്കുന്നത്, രാജസ്ഥാനിൽ ഉണ്ടായിരുന്നില്ലേ? മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നില്ലേ? UPയിൽ ഉണ്ടായിരുന്നില്ലേ? ഈ പറയുന്ന വാരണാസിയിൽ ഒരു കാലഘട്ടത്തിൽ 65-ലോ 69-ലോ ആണെന്നാണ് എന്റെ ഓർമ്മ, CPM വിജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയൊന്നും ഇപ്പോൾ ഇവരുടെ പൊടി പോലും കാണാനില്ല. അപ്പൊ ഞാൻ സജീഷ് പറഞ്ഞതുകൊണ്ട് മാത്രം അതിന് മറുപടി പറഞ്ഞതാണ്. 414 സീറ്റിൽ നിന്ന് 57 സീറ്റിലേക്ക് ചുരുങ്ങി നിങ്ങളാണ് പറയുന്നത്. കാര്യം ശരിയാണ്. ഇപ്പൊ 2004-ൽ CPMന് 43 സീറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ 3 സീറ്റേ ഉള്ളൂ. കാര്യം ശരിയാണ്. നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഈ ഷ്രിങ്കിങ് ഉണ്ടാവുന്നത് CPMന് മാത്രമാണോ? നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ പാൻ ഇന്ത്യ പാർട്ടി ആയിരുന്നു. അല്ല, നിങ്ങൾ പാൻ ഇന്ത്യ പാർട്ടി ആയിരുന്നു. നിങ്ങൾ ഒരു പാൻ ഇന്ത്യ CPM ഏത് കാലത്താണ് പാൻ ഇന്ത്യ പാർട്ടി ആയത്?
അല്ലെന്ന് ഇപ്പോഴും അല്ല, CPM ഏത് കാലത്താണ് പാൻ ഇന്ത്യ പാർട്ടി ആയത്? നിങ്ങൾ പാൻ ഇന്ത്യ പാർട്ടിയായ നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണെന്നേ? ചുരുങ്ങി ഏത് അവസ്ഥയിലെത്തി? CPM പാൻ ഇന്ത്യ പാർട്ടിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല ഞാൻ പറയട്ടെ, CPM പാൻ ഇന്ത്യ പാർട്ടിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. UP-യിൽ ഉണ്ടായിരുന്നില്ലേ? ഇവർക്കുണ്ടായിരുന്ന എത്ര MLA-മാർ, എത്ര MP-മാർ? 70കളിൽ 50 MP, 700-ലധികം MLA-മാരുണ്ടായിരുന്നു. 13% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് എത്ര? 0.3% വോട്ട് ഷെയർ ആണുള്ളത്. അപ്പൊ ഞാൻ ആ വ്യത്യാസം പറയണ്ടേ? സജീഷ് അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വ്യത്യാസം പറഞ്ഞേ ഉള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചും പൊഴിഞ്ഞുപോക്ക് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അധികാരമോഹികളായിട്ടുള്ള ആളുകൾ പോയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിലെ മുഖ്യമന്ത്രിമാർ പോയി എന്നാണ് താങ്കൾ പറഞ്ഞത്. കോൺഗ്രസിന് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു, CPM-നെ സംബന്ധിച്ച് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നില്ല. ഇന്നും ഇന്ത്യ മഹാരാജ്യത്ത് പാൻ ഇന്ത്യ പാർട്ടി BJP-ക്കെതിരെ ശക്തമായി നിലകൊള്ളാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടെങ്കിൽ, ഒരു നേതാവുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള കാര്യത്തിൽ എന്താ സംശയം? കോൺഗ്രസിനോടൊപ്പമല്ലേ CPM നിൽക്കുന്നത്? ഞാൻ ഇടപെടലേക്ക് പോകണം. പക്ഷെ അടുത്ത ഘട്ടത്തിൽ EP ജയരാജന്റെ ഓഫർ അടക്കമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ജസ്ക സതീഷ്, അന്ന് നെയ്യാറ്റിൻകരയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ അന്ന് ബൈ ഇലക്ഷനിൽ ഉമ്മൻചാണ്ടി പറയുന്നു അവിടെ മത്സരം കോൺഗ്രസും BJP-യും തമ്മിലാണെന്ന് പറയുന്നു. വലിയ പുകലുണ്ടാകുന്നു. വലിയ പുകൽ എന്ന് പറഞ്ഞാൽ വലിയ പുകലില്ലാത്ത ശക്തി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായ വിമർശനം LDF CPM കേന്ദ്രങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയതാണ്. ഏറ്റവും ഒടുവിൽ TN പ്രതാപൻ തൃശ്ശൂരിൽ മത്സരം BJP-യുമായിട്ടാണ്. പക്ഷേ ദേശീയതലത്തിലെ സാഹചര്യമായിട്ട് പോലും TN പ്രതാപനെതിരെ വലിയ വിമർശനം ഉണ്ടായി. അപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് കേരളത്തിൽ മത്സരം LDF-ഉം UDF-ഉം തന്നെയാണ്, BJP ദയനീയമായി പരാജയപ്പെടും. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. ആ ഇടതു രാഷ്ട്രീയം എന്തുകൊണ്ടാണ് EP-ക്ക് പല കാലങ്ങളിൽ പലപ്പോഴും മനസ്സിലാവാതെ പോകുന്നത്? ശ്രീ SK സതീഷ്. അല്ല, ഒരു കാര്യം ദീപ്തി നേരത്തെ ഉന്നയിച്ച ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ആ ചോദ്യത്തിന് മറുപടി പറയണം. ഒന്ന്, അവരിപ്പോൾ കഴിഞ്ഞ ഘട്ടത്തിൽ മറുപടി പറയുമ്പോൾ CPM-ൻ്റെയും മറ്റു പാർട്ടികളുടെയും എല്ലാം ആളുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ടാകാം. അതെല്ലാം ആ പ്രസ്ഥാനത്തിന് പുറത്താക്കിയവരോ മറ്റോ ആണ്. പരിശോധിച്ചാൽ അതറിയാൻ വേണ്ടി കഴിയും. ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ പേരൊക്കെ പറയുന്നു. അദ്ദേഹമൊന്നും CPM-ൻ്റെ മെമ്പർഷിപ്പിൽ, പ്രാഥമിക മെമ്പർഷിപ്പിൽ പോലും വരാത്ത ആളാണ് എന്നുള്ള കാര്യം ആർക്കും അറിയാവുന്നതാണ്. അത്തരത്തിലുള്ള ആളുകളൊക്കെ പോവുകയോ വരികയോ ചെയ്യുന്നതല്ല ഇവിടെ നമ്മൾ കാണേണ്ടത്. നേരത്തെ അവർ ചില മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു, ത്രിപുരയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ആരാണിപ്പോൾ ത്രിപുരയിലെ മുഖ്യമന്ത്രി? മണിക് സാഹ സർക്കാരായിരുന്നു CPM-ൻ്റെ മുഖ്യമന്ത്രി. ഇപ്പോൾ ത്രിപുരയിലെ മുഖ്യമന്ത്രിയുടെ പേര് മണിക് സ്വാഹ എന്നാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ പഴയ പ്രതിപക്ഷ നേതാവായിരുന്നു. ഇന്ന് CAA രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് ഏറ്റവും ശക്തമായ പിന്തുണ നൽകുകയും അടിച്ചമർത്താൻ വേണ്ടി നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന അസമിലെ മുഖ്യമന്ത്രി ഹേമന്ത് വിശ്വ ശർമ്മ ആരാണ്? അദ്ദേഹം പഴയ കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്. മണിപ്പൂരിലെ കലാപത്തിൻ്റെ ഭാഗമായി കലാപം ആളിക്കത്തിക്കുകയും അതോടൊപ്പം അവിടെ ഇരകളാക്കപ്പെടുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്ന, അവരോടൊരു ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല എന്ന് നിലപാട് സ്വീകരിക്കുന്ന മണിപ്പൂരിലെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ആര പഴയ കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ? ഇങ്ങനെ എവിടെ പരിശോധിച്ചാലും രാജ്യത്ത് സംഘപരിവാരത്തിൻ്റെ അജണ്ട നടപ്പിലാക്കി കൊടുക്കുന്ന ഏറ്റവും ശക്തരായ വക്താക്കളായി ഈ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിമാർ പഴയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കുറുക്ക് വഴികളിലൂടെ ഉത്തരമല്ല. എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പോകുന്നു? അതിന് വ്യക്തമായ കാരണമുണ്ട്. നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ഡെമോക്രാറ്റിക് ഇലക്ഷൻ വാച്ച് നേരത്തെ നടത്തിയ ഒരു കണക്ക് പ്രകാരം പറയുന്നത് ഇന്ത്യയിലെ 36.5% കോൺഗ്രസിൻ്റെ MP-മാരും MLA-മാരും BJP-യിലേക്ക് പോയി എന്നാണ്. അതുപോലെ തന്നെ 20% കാൻഡിഡേറ്റും. ഇങ്ങനെ പോയി? ഇനിയിപ്പോൾ മറ്റെല്ലാ പാർട്ടിയിൽ നിന്നും പോവുകയാണ് എന്ന് കോൺഗ്രസ് വാദിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഇങ്ങനെ മാറ്റമുണ്ടായ കക്ഷി എന്ന് പറയുന്നത് BSP ആണ്. അത് 5% മാത്രമാണ്. ബാക്കി എല്ലാ പാർട്ടികളും ശതമാനത്തിൽ 1% അതിൻ്റെ താഴെയൊക്കെയാണ് മറ്റു പാർട്ടികളിലേക്കുള്ള ഒഴുക്ക് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് 36.5% കോൺഗ്രസ് നിൽക്കുന്നു? അതല്ലേ കോൺഗ്രസ് പരിശോധിക്കേണ്ടത്. ആ പരിശോധന നടത്തുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണ്? കോൺഗ്രസിൻ്റെയും BJP-യുടെയും നയങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളതുകൊണ്ടാണ് ആർക്കും എപ്പോഴും കോൺഗ്രസ് ആവാമെന്നുള്ള പ്രശ്നം വരുന്നത്. അതാണിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. BJP-യെ പോലെ തന്നെ മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസും പല ഘട്ടത്തിലും സ്വീകരിക്കുന്നുണ്ട്. അതായത് ലീഗിന് പോലും അത് തുറന്നു പറയേണ്ട സാഹചര്യം വരുന്നു. ഇത് പല ഘട്ടങ്ങളിലായി നമ്മുടെ രാജ്യത്ത് കണ്ടിട്ടുള്ളതാണ്. അത് ബാബറി മസ്ജിദ് വിഷയത്തിലായാലും CAA വിഷയം ഉൾപ്പെടെ വന്നപ്പോൾ അതിനകത്ത് പാർലമെൻറ്റിൽ ശബ്ദമുയർത്തുന്ന വിഷയത്തിലായാലും മുത്തലാഖ് വിഷയം ഉൾപ്പെടെ വന്നതായാലും ഇങ്ങനെ രാജ്യത്ത് പല വിഷയങ്ങൾ, ഏകീകൃത സിവിൽ കോഡ്, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും പ്രതികരിക്കാതിരുന്നതായാലും കാശ്മീരിൻ്റെ വിഷയത്തിൽ പാർലമെൻറ്റിൽ ശബ്ദിക്കാതിരുന്നതായാലും എല്ലാം കോൺഗ്രസ് സ്വീകരിക്കുന്ന ഈ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്.
പിന്നെ അതോടൊപ്പം തന്നെ സാമ്പത്തിക നയവും വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്ത് പ്രതിരോധിക്കേണ്ടത് CPM ആണെന്നാണ് സജീഷ് പറയുന്നത്. ആ കണക്ക് നിങ്ങൾക്കും ബാധകമാണ്. ഇപ്പൊ 2004 43 സീറ്റിൽ നിന്നും 2019 3 സീറ്റിലേക്ക് ചുരുങ്ങിയ ഒരു CPM ആണോ മോദിയുടെ ഫാസിസ്റ്റ് സർക്കാരിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? ഹാഷ്മി അതെ, ഹാഷ്മി ഇടപെട്ടപ്പോൾ അതിലും ഒരു ഉത്തരത്തിന് വകയുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ മറ്റു കാര്യത്തിലൊന്നും കടക്കുന്നില്ല. 2004 ഹാഷ്മി പോയി. 2004 സാഹചര്യം തന്നെ നമുക്ക് പരിശോധിക്കാം. 2004 ഇതുപോലെ തന്നെ രാജ്യത്ത് BJP അധികാരത്തിൽ വരും, അതായിരുന്നു ഭീഷണി. ആ ഭീഷണിയെ പ്രതിരോധിക്കാൻ കേരളം എന്താണ് ശരിയായ നിലപാട് സ്വീകരിച്ചു? എങ്ങനെയായിരുന്നു? അതായത് കേരളത്തിൽ വൻതോതിൽ ഇടതുപക്ഷത്തെ 18 സീറ്റിലും ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചു. എന്തായിരുന്നു അതിൻ്റെ റിസൾട്ടായി പാർലമെൻറ്റിലുണ്ടായത്? ആ ഘട്ടത്തിൽ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഏതാണ്ട് 69ഓളം ബില്ലുകളായിരുന്നു. വൈദ്യുതി സ്വകാര്യവൽക്കരണം, LIC, അതുപോലെ തന്നെ SBI, മറ്റ് സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണ നയത്തിൻ്റെ ശക്തമായ നടപ്പിലാക്കൽ, പിന്നെ കാർഷിക മേഖലയെ തകർക്കുന്ന ബില്ലുകൾ, തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ബില്ലുകൾ, ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. 69ഓളം ബില്ലുകൾ. ഈ ബില്ലുകളൊന്നും നടപ്പിലാക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. പൊതു മിനിമം പരിപാടിയിലൂന്നി മുന്നോട്ട് പോയി. അതിൻ്റെ ഭാഗമായി ആദ്യത്തെ അജണ്ടയായി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നു. 2 കാര്യത്തിൽ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് BJP 43 സീറ്റിൽ നിന്ന് 3 സീറ്റിലേക്ക് കൂപ്പുകുത്തിയ നിങ്ങളാണോ സജീഷ് ഡൽഹിയിൽ പോയി നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? പറയട്ടെ ഹാഷ്മി, ഒരു കാര്യം ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഞാൻ പറയുമ്പോൾ ഹാഷ്മിക്ക് ചില പ്രയാസങ്ങളുണ്ടെങ്കിൽ ഹാഷ്മി സഹിക്കുക. ഞാൻ കൃത്യമായി തന്നെയാണ് പറയുന്നത്. അതായത് ഈ തൊഴിലാളി വിരുദ്ധമായ, കർഷക വിരുദ്ധമായ BJPയും കോൺഗ്രസും തുടരുന്ന നയങ്ങൾ ഇതെല്ലാം ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു 10 വർഷം മുമ്പ്. ഫ്രീസറിൽ കോൺഗ്രസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഈ നയങ്ങൾ, ജനവിരുദ്ധമായ നയങ്ങൾ ഫ്രീസറിൽ വെച്ചത് BJP അധികാരത്തിൽ വന്നപ്പോഴാണ് നടപ്പിലാക്കുന്നത്. BJPയുടെ ഏതെങ്കിലും ഒരു നയം, സാമ്പത്തിക നയം കോൺഗ്രസ് എതിർത്തിട്ടുണ്ടോ? ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒന്നും എതിർത്തിട്ടില്ല. എല്ലാം അവരുടെ നയങ്ങളായിരുന്നു. അത് നമ്മൾ കണ്ട കാഴ്ചയാണ്. അതിനെ പാർലമെൻറ്റിനകത്തും പുറത്തും പ്രതിരോധിച്ച ഇടതുപക്ഷത്തിന് പാർലമെൻറ്റിൽ ശക്തി കൂടുമ്പോഴാണ് ഈ നയങ്ങളെ പ്രതിരോധിക്കാനുള്ള കരുത്ത് കൂടുന്നത്. അത് ഉദാഹരണമായി എടുത്ത 2004 തെളിയിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ്. സർ, 1980 37 സീറ്റ്, 84 22 സീറ്റ്, 89 33 സീറ്റ്, 91 35 സീറ്റ്, 96 32, 98 32, 99 33, 2004 ഏറ്റവും ടോപ്പ് 43 നിന്ന് പിന്നെ 16ലേക്ക് 9ലേക്ക് 3ലേക്ക് ക്രമാനുഗതമായി കൂപ്പുകുത്തുന്ന പാർട്ടിയാണ്. ശരി, കോൺഗ്രസിനെ നിങ്ങൾ കുറ്റം പറയൂ, അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, അത് രാഷ്ട്രീയമാണ്. പക്ഷെ അതൊരു ബദല് പറയണ്ടേ? അങ്ങനെ ക്രമാനുഗതമായി കൂപ്പുകുത്തി 3ലേക്ക് എത്തി നിൽക്കുന്ന നിങ്ങളാണോ? ഇപ്പൊ EP ജയരാജൻ പറയുകയാണ് ഇടതുപക്ഷം CPM ഇവിടെ ക്ഷീണിച്ചാൽ അത് മോദിയുടെ ഫാസിസത്തിന് വലിയ ഉയർച്ച ഉണ്ടാകുന്നു. കണക്കുകൂടി വേണ്ടേ സർ? ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ പ്രത്യയശാസ്ത്രം മാത്രമല്ലോ, സീറ്റ് പ്രധാനമല്ലോ. ഉദാഹരണം ഞാൻ പറയാം. ഈ കണക്കിൽ താങ്കൾ ചോദ്യം ചോദിച്ചല്ലോ, കണക്കും പ്രതിരോധത്തിന്റെ കണക്കും ഞാൻ പറയാം. അതിൻ്റെ ഇടയിൽ താങ്കൾ ഇടപെടുന്നത് 2-3 വാചകങ്ങൾ എനിക്ക് കൃത്യമായി പറയണം. ഒന്ന്, രാഷ്ട്രീയത്തിനകത്ത് ഇടതുപക്ഷത്തെ എന്തുകൊണ്ടാണ് രാജ്യത്ത് എല്ലാവരും ചേർന്ന്, ഇവിടെയുള്ള കോർപ്പറേറ്റുകളും ശക്തികളും എല്ലാം ചേർന്നുകൊണ്ട് പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് എന്തുകൊണ്ടാണ് എല്ലായിടത്തും മഴവിൽ മഹാസഖ്യങ്ങൾ ഉണ്ടായതിൻ്റെ കാരണം കോൺഗ്രസും BJPയും തുടരുന്ന കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ, കർഷകർക്കും തൊഴിലാളികൾക്കും സാധാരണ ജനങ്ങൾക്കെതിരായിട്ടുള്ള നവോദാരവൽക്കരണ നയങ്ങൾ, അതിനെതിരായി പോരാടാൻ ഇടതുപക്ഷവും CPMഉം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും, അതിൽ വലിയ പങ്ക് മാധ്യമങ്ങൾ വഹിച്ചു. ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രചാരണം നടത്തിക്കൊണ്ട് സീറ്റ് കുറച്ചു. പക്ഷേ ഇപ്പോൾ ഈ രാജ്യത്ത് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. കർഷകരും തൊഴിലാളികളും നയിക്കുന്ന മോദിക്കെതിരായിട്ടുള്ള ജനവികാരമുയരുന്ന സമരങ്ങളുടെ മുന്നിലും പിന്നിലും അതിൻ്റെ നടത്തിപ്പുകാരായും മാതൃകാപരമായി പോരാട്ടത്തിൻ്റെ വേദിയിൽ ആളുകളെ സംഘടിപ്പിക്കുന്നത് ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്കറിയാം. പിന്നെ താങ്കൾ ചോദിച്ചില്ല, എണ്ണം കുറയുന്നതോ കൂടുന്നതല്ല. കോൺഗ്രസിൻ്റെത് നമുക്കറിയാം. അന്ന് താങ്കൾ പറഞ്ഞ 2004 44 ഇപ്പൊ കോൺഗ്രസ് രാഷ്ട്രീയമാണ് പ്രധാനം, സീറ്റ് പ്രധാനമല്ല എന്ന് താങ്കൾ പറയുകയാണ്. അത് വ്യക്തമായി പറഞ്ഞു. പക്ഷേ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിൽക്കുകയാണെങ്കിൽ മോദിയുടെ ഫാസിസത്തെ ചെറുക്കാനാണെന്ന് പറയുകയാണെങ്കിൽ അതിൽ സീറ്റ് എണ്ണം കൂടണമെന്നേ. അല്ല, പറയട്ടെ ആഷ്മി പറയട്ടെ. സീറ്റ് തന്നെ വർദ്ധിപ്പിക്കുന്നു. സീറ്റ് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ 2004 പോലെ വർഗീയതയെ തടയാനും ഈ നയങ്ങളെ തടയാനും കഴിയുന്ന കരുത്തുറ്റ ആളുകളായി
BJP-യെ തോൽപ്പിക്കാനുള്ള ഏറ്റവും കരുത്തുറ്റ ശക്തിയായി ഇന്ത്യൻ പാർലമെന്റിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉണ്ടാകും. അതുപോലെ ജനാധിപത്യ പാർട്ടികൾ ഓരോ സംസ്ഥാനങ്ങളിലായി ജയിച്ചു വരും. അവരെല്ലാവരും ചേർന്ന് BJP-യെ പരാജയപ്പെടുത്തും. അതിലൊരു പങ്ക് വഹിക്കാൻ തയ്യാറാകാതെ BJP-യിലേക്ക് ഒഴുകുന്ന കോൺഗ്രസ് ആണ് ഇവിടുത്തെ പ്രശ്നം. അവർ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കൂ. MLA-മാരും MP-മാരും പാർലമെന്റിലേക്കും നിയമസഭയിലേക്കുമാണ് പോകേണ്ടത്. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ റിസോർട്ടിലേക്കല്ല പോകേണ്ടത്. ആ രാഷ്ട്രീയത്തെ സ്വയം തിരുത്താൻ വേണ്ടി തയ്യാറാകണം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി തടയാൻ വേണ്ടി ശ്രമിച്ച ദേശീയ ജനറൽ സെക്രട്ടറി അജയ് കപൂർ ഇപ്പൊ BJP-യിലേക്ക് പോയിരിക്കുന്നു. അഞ്ചംഗ കമ്മീഷന്റെ ചെയർമാൻ ഇപ്പൊ BJP-യിലേക്ക് പോയിരിക്കുന്നു. അജിത് കപൂർ, അജയ് കപൂർ. ഇതല്ലേ നമ്മുടെ രാജ്യത്ത് കാണുന്ന കാഴ്ച? ഈ കോൺഗ്രസിനെ ഇനി വിശ്വസിക്കണമെന്നാണോ? സജീഷേ, ശരിയാണ്, കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേര് ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, സമാജ്വാദി പാർട്ടിയിൽ നിന്ന്, BSP നിന്ന്, എല്ലാത്തിൽ നിന്നും വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ചിട്ട് പറയാൻ ഒട്ടും അർഹതയില്ലാത്തൊരു പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് CPM ആണ്. കാരണം ഭരണം നഷ്ടപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ഉദാഹരണം പറയാം. 2018 ത്രിപുരയിൽ മത്സരിക്കുന്ന സമയത്ത് ഇലക്ഷനിൽ നിങ്ങൾ തോറ്റെങ്കിലും 42% വോട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അവിടെ വെറും 17% വോട്ടാണ്. നിങ്ങൾക്ക് വെസ്റ്റ് ബംഗാളിൽ 35 വർഷം ഭരിച്ച സ്ഥലത്ത് ഇന്ന് നിങ്ങൾക്കുള്ളത് വെറും 7% വോട്ടാണ്. നിങ്ങളെക്കാൾ ഇരട്ടി വോട്ട് ശതമാനമുള്ള പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അപ്പോ അല്ലല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിയുമ്പോ പാർട്ടിയും ഇല്ല, പാർട്ടി ഒരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കാൻ സമ്മതിക്കുന്നുണ്ടോ? ആക്രമണത്തിലൂടെ ആളുകളെ കൊന്ന് കീഴ്പ്പെടുത്തിയല്ലേ മുന്നോട്ട് പോകുന്നത്? ഒരു പ്രസ്ഥാനങ്ങളും ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വെസ്റ്റ് ബംഗാളിലെ നിങ്ങളുടെ പാർട്ടി ഓഫീസ് ഉൾപ്പെടെയാണ് BJP-യിലേക്ക് വന്നത്. ത്രിപുരയിലെ 42% വോട്ട് 5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന പാർട്ടിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ 5 വർഷം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതാണ് CPM. നിങ്ങൾക്ക് കേരളത്തില് അധികാരം നഷ്ടപ്പെട്ട് നോക്കിക്കഴിഞ്ഞാല് കേരളത്തിൽ നിങ്ങൾ ഉണ്ടാവില്ലാതെ ഒരു സംശയം ഉണ്ടാവില്ല ആ കാര്യത്തില്. 1 or 2 തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളൊന്ന് തോറ്റു നോക്കട്ടെ. നിങ്ങൾ ഈ ബംഗാളിലെയും ത്രിപുരയിലെയും അതേ അവസ്ഥയിലേക്ക് തന്നെ വരും. നിങ്ങൾ ഈ കോൺഗ്രസിനെ നോക്കി പരിഹസിക്കുന്നത് നല്ലത് തന്നെയാണ്, ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, 2 കാലിലും മന്ദം വെച്ചുകൊണ്ടാണ് നിങ്ങൾ 1 കാലിലും മന്ദമുള്ള കോൺഗ്രസിനെ നോക്കി പരിഹസിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും ഗതികെട്ട അടിത്തറയുള്ള ഒരു പാർട്ടി CPM അല്ലാതെ ഇന്ത്യയിൽ മറ്റൊന്നും ഉണ്ടാവില്ല സജീഷേ. നേരിട്ടൊരു ചോദ്യം, ഈ തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി പദവി EP വാഗ്ദാനം ചെയ്തിരുന്നു ദീപ്തിക്ക് നേരിട്ട്? ഇല്ല, പറയട്ടെ, ഇവരിപ്പോ ഇവിടെ നടത്തിയത് ഒരു വ്യാജ ഏറ്റുമുട്ടലാണ്. CPM-ന്റെയും BJP-യുടെയും പ്രതിനിധികൾ തമ്മിൽ ഇവിടെ നടത്തുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. EP ജയരാജൻ പറയുന്നു BJP-യുമായിട്ടാണ്, അല്ലെങ്കിൽ BJP-യുടെ സ്ഥാനാർത്ഥികളെല്ലാം നല്ല സ്ഥാനാർത്ഥികളാണെന്ന് പറയുന്നു. മുഖ്യമന്ത്രി പറയുന്നു CPM-ഉം കോൺഗ്രസും തമ്മിലാണ്, CPM-ഉം UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം എന്ന് പറയുന്നു. ഇവര് കൃത്യമായ ധാരണ യഥാർത്ഥത്തിൽ BJP-യും CPM-ഉം തമ്മിലുണ്ട്. ഇവിടെ സജീഷ് പറയുന്നു BJP-ക്കെതിരെ പ്രതിരോധം ഉണ്ടാക്കുമെന്ന് പറയുമ്പോഴും അങ്ങനെ പ്രതിരോധം ഉണ്ടാക്കണമെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ അവർ ഒരുമിച്ച് നിൽക്കണം. അത്തരത്തിൽ ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല. കേരളത്തിലെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി പിണറായി ഉൾപ്പെടെ, സജീഷിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ മുഴുവൻ ആളുകളും കോൺഗ്രസിനെ എതിർക്കുമ്പോൾ അതിന്റെ അർത്ഥം BJP-യെ അനുകൂലിക്കുന്നു എന്ന് തന്നെയാണ്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തലുമായി വരുന്നു. കോൺഗ്രസിനെ എതിർത്ത് മത്സരിച്ചിട്ട് അവിടെ പോയി അല്ല, അങ്ങനെ തന്നെയാണല്ലോ താങ്കൾ പറഞ്ഞത്. താങ്കൾ പറഞ്ഞല്ലോ പേരിലാണ് BJP-യെ ചെറുക്കാനാണ്. അത് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പറ്റില്ല. നിങ്ങൾ റിസോർട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വളരെ കൃത്യമായി അജണ്ടയുണ്ട്. ഇവിടെ വീണ വിജയനെ രക്ഷിക്കണം, എന്നുണ്ടെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ ഒരു സംവിധാനത്തിന് കഴിയില്ല. കാരണം കൊണ്ടാണ്
നിങ്ങൾ കോൺഗ്രസിനെ എതിർക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല സജീഷ്. ഇത് ഇവിടെ പൊതുരാഷ്ട്രീയം മനസ്സിലാക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അജണ്ടയും CPM-ന്റെ അജണ്ടയും രണ്ടും രണ്ടാണ്. CPM-ന്റെ മുഴുവൻ നേതാക്കന്മാരും CPM-ന്റെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരും ഓച്ഛാനിച്ച് നിന്ന് പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും സംരക്ഷിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ എന്നോടല്ലല്ലോ തർക്കിക്കേണ്ടത്, നിങ്ങൾ യുവരാജിനോട് തർക്കിക്കൂ, നിങ്ങൾ BJP പ്രതിനിധിയോട് തർക്കിക്കൂ. നിങ്ങൾ അല്ലല്ല നിങ്ങൾ ഈ BJP പ്രതിനിധി ഇപ്പോൾ സംസാരിച്ച എല്ലാവരും കേട്ടതാ. ഞാൻ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞത് BJP BJP-യോടൊപ്പം നിന്ന് ഞാൻ കോൺഗ്രസിനെ രക്ഷിക്കാൻ പറഞ്ഞതല്ല സതീഷേ, നിങ്ങൾക്ക് മുമ്പിൽ ഒരു കണ്ണാടി എടുത്ത് പിടിച്ചു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ശരി 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 അവിടെ ശരി 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 എന്റെ സമയം എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. എന്തായാലും നമുക്ക് ഇരിക്കേണ്ടി വരും. ശരി 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 അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ബന്ധങ്ങളെ കുറിച്ച് അന്തർധാരകളെ കുറിച്ചുള്ള കൂടുതൽ ആരോപണങ്ങൾ വരും ദിവസങ്ങൾ വരും. നമുക്ക് അതൊക്കെ വീണ്ടും ഇരിക്കേണ്ടി വരും. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്ക്